സർ, ഡൽഹി മുഖ്യമന്ത്രിയാകാൻ പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്ന പർവേസ് ശർമ്മ ഈ സിദ്ദിഖ് കാപ്പൻ്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരാളാണെന്ന് കേൾക്കുന്നുണ്ട്. സിദ്ദിഖ് കാപ്പൻ എൻ്റെ വധശ്രമം അറിയാവുന്നതാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ബുദ്ധിജീവിയാണ് സിദ്ദിഖ് കാപ്പൻ എന്നാണ് പോപ്പുലർ ഫ്രണ്ടുകാർ വിശ്വസിക്കുന്നത്. കുറേ മാപ്രകളും വിശ്വസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം KUWJ സമ്മേളനത്തിലൊക്കെ കാപ്പനെയൊക്കെ കൊണ്ടുവരുന്നതൊക്കെ കാണാം. അപ്പോൾ സിദ്ദിഖ് കാപ്പൻ 2 പേരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്. അതിൽ പ്രധാനപ്പെട്ട ആളാണ് പർവേസ് വർമ്മ, രണ്ടാമത്തെ ആള് കപിൽ മിശ്ര. ഇവർ 2 പേരും ഇത്തവണ BJP സ്ഥാനാർത്ഥികളായിട്ട് ഡൽഹിയിൽ ജയിച്ചു. അതിൽ പർവേസ് വർമ്മയുടെ പേരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് 1ാം സ്ഥാനത്തുള്ളത്. പല പേരുകളുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാർക്ക്. BJPയെ സംബന്ധിച്ചിടത്തോളം ക്ഷാമമൊന്നുമില്ല. അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആസൂത്രണത്തിൽ ആണ് ഈ മറ്റേ ഡൽഹിയിൽ ഹിന്ദു വിരുദ്ധ കലാപം നടന്നത്. കലാപത്തിനെ പറ്റി എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഡൽഹി കലാപത്തിനെ പറ്റിയൊരു സിനിമ തന്നെ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ആ കലാപത്തിലൊക്കെ പങ്കെടുത്തിരുന്ന 2 പേര് ഇത്തവണ സ്ഥാനാർത്ഥിമാരുമായിരുന്നു. അസദുദ്ദീൻ ഒവൈസിയുടെ സ്ഥാനാർത്ഥിമാരായിരുന്നു. ഒരാൾ കൗൺസിലറായിരുന്നു, ആപ്പ് കൗൺസിലറായിരുന്നു തായൂർ ഹുസൈൻ ആണ്. രക്ഷപ്പെട്ടില്ല. ഒരാൾ ഏതായാലും ജയിച്ചിട്ടുണ്ട്, മറ്റേ ആപ്പിൻ്റെ തന്നെ സ്ഥാനാർത്ഥി ആയിട്ട് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് അങ്ങനെ ഹിറ്റ് ലിസ്റ്റിൽ പെടുത്തിയിരുന്ന ആളാണ് പർവേസ് വർമ്മ. പർവേസ് വർമ്മ പഴയ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ്. സാഹിബ് സിംഗ് വർമ്മ പിന്നീട് തൊഴിൽ മന്ത്രിയുമായിരുന്നു കേന്ദ്ര മന്ത്രിസഭയിൽ. അപ്പോൾ വടക്കുകിഴക്കൻ ഡൽഹിയിൽ ഈ ഹിന്ദു വംശഹത്യ നടത്താനായിട്ട് പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ശ്രമത്തിലൊക്കെ ഈ ജിഹാദികൾക്ക് വേണ്ടി, അതായത് ജിഹാദികൾക്കെതിരെ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ച 2 പ്രമുഖരാണ് BJPയിലെ, പർവേസ് വർമ്മയും കപിൽ മിശ്രയും. അപ്പോൾ കലാപത്തിൻ്റെ ഈ ആദ്യഘട്ടമൊക്കെ ആയപ്പോൾ ജിഹാദികൾ നാട്ടുകാരെ, ഹിന്ദുക്കളെയൊക്കെ കുറച്ച് പേരെയൊക്കെ കൊലപ്പെടുത്തി, അവിടെ വധിച്ചു. പക്ഷേ ഔട്ടർ ഡൽഹിയിൽ ഇത്തവണ മുമ്പ് ആപ്പിൻ്റെ കീശയിൽ കിടന്നാണ് ഈ നരേല തുടങ്ങി ഡൽഹിക്ക് പുറത്തുള്ള സ്ഥലം. അത് ജാട്ടുകൾ, ഗുജ്ജറുകളൊക്കെ ഒരുപാടുള്ള ഏരിയയാണ്. അപ്പോൾ അവിടെ ഈ ജാട്ട് നേതാവാണ് പർവേസ് വർമ്മ. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഹിന്ദുക്കളെയൊക്കെ ഈ കൊല്ലുന്നതിൽ വിജയിച്ചെങ്കിലും ഔട്ടർ ഡൽഹിയിൽ നിന്ന് പർവേസ് വർമ്മയുടെ നേതൃത്വത്തിൽ ജാട്ട്, ഗുജ്ജർ സംഘങ്ങൾ വന്നു വടക്ക് കിഴക്കൻ ഡൽഹിയിൽ. ധീരമായ വരവാണത്. ഔട്ടർ ഡൽഹിയിൽ നിന്ന് വരികയാണ് വടക്ക് കിഴക്കൻ ഡൽഹിയിൽ. അങ്ങനെയാണ് ഈ ജിഹാദികളെ പ്രതിരോധിച്ചത്. ശക്തമായ പ്രതിരോധമായിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചടി കിട്ടി. PFIക്ക് തിരിച്ചടി കിട്ടിക്കഴിഞ്ഞപ്പോൾ മലപ്പുറത്ത് ഒരു യോഗം ചേർന്നു. ആ യോഗത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹിറ്റ് സ്ക്വാഡ് കമാൻഡർമാർ, ചാവേർ പട കമാൻഡർമാരുമൊക്കെ യോഗത്തിലുണ്ടായിരുന്നു. ആ യോഗത്തിൽ സിദ്ദിഖ് കാപ്പൻ ഉണ്ടായിരുന്നു എന്നാണ് കേസ്. NIA കേസ് അങ്ങനെയാണ്. അപ്പോൾ ഡൽഹിയിൽ വധിക്കേണ്ടവരുടെ പട്ടിക കാപ്പൻ ആ യോഗത്തിൽ അവതരിപ്പിച്ചു എന്നാണ് കേസിൽ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ലക്നൗ ജയിലിൽ കഴിയുന്ന കാപ്പൻ ജാമ്യത്തിൽ വന്നല്ലോ. ലക്നൗ ജയിലിൽ കഴിയുന്ന KP കമാൽ ആയിരുന്നു ആ യോഗം മലപ്പുറത്ത് സംഘടിപ്പിച്ചത്. അപ്പോൾ ഈ പർവേസ് വർമ്മ, കപിൽ മിശ്ര അവരെ വധിക്കണം എന്ന് ഈ കാപ്പൻ, മാപ്രയും പോപ്പുലർ ഫ്രണ്ടും സുഡാപ്പിയും 2 കൂടി ചേർന്ന് കാപ്പൻ നിർദ്ദേശിച്ചിരുന്നു എന്ന് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹിറ്റ് സ്ക്വാഡിൻ്റെ കമാൻഡർമാർ അൻഷാദ് ബദറുദ്ദീനും ഫിറോസ് ഖാനും NIAക്ക് മൊഴി കൊടുത്തിരുന്നു. അതൊക്കെ കേസിൻ്റെ ഭാഗമാണ്. കാപ്പനാണ് ബുദ്ധികേന്ദ്രം, അയാളാണ് നിർദ്ദേശം കൊടുത്തിരുന്നത്. പർവേസ് വർമ്മയും കപിൽ മിശ്രയും വധിക്കാനായിരുന്നു പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹത്രാസ് കലാപത്തിൻ്റെ ഗൂഢാലോചന കേസിൽ കാപ്പനും സംഘവും പിടിയിലായല്ലോ. അത് കഴിഞ്ഞാണ് ജയിലിൽ കിടന്നത്. പിന്നെ കാപ്പനെ വിടണം എന്ന് പറഞ്ഞിട്ട് മാപ്രകളുടെ വലിയ നിലവിളിയൊക്കെ ഉണ്ടായതാണ്. അതുകൊണ്ടാണ് ഈ ഹത്രാസ് കേസിൽ
കാപ്പനും സംഘവും പിടിയിലായതോടുകൂടി ഈ വധശ്രമം പൊളിഞ്ഞുപോയി. ആ ഒന്നും ചെയ്യാൻ പറ്റാതായിപ്പോയി. വധം ഈ നടപ്പാക്കാനായിട്ട് നിയോഗിച്ച ബദ്രുദ്ദീനും ഫിറോസ് ഖാനും UP പോലീസിൻ്റെ പിടിയിലുമായി. ഈ ഹത്രാസ് കേസ് വന്നതോടുകൂടി ഈ ഭാഗം പൊളിഞ്ഞുപോയി. അതിൽ പിടിയിലായി ഈ കൊല്ലാൻ നിയോഗിക്കപ്പെട്ട 2 പേര്, ബദ്രുദ്ദീനും ഫിറോസ് ഖാനും. അത് ഈ അൻഷാദ് ബദ്രുദ്ദീനും ഫിറോസ് ഖാനും മൊഴി കൊടുത്തിട്ടുണ്ട്. അത് ആ മൊഴി പരസ്യമായിട്ട് വന്നു കഴിഞ്ഞതാണ്. അപ്പോൾ പർവേസ് വർമ്മയുടെ ഈ വിജയത്തിൻ്റെ സമയത്ത് നമ്മൾ അത് ഓർക്കേണ്ടതാണ്. നമ്മൾ ആ മാപ്രകളുടെ ഒന്നും കൂട്ടത്തിലില്ലെങ്കിലും നമ്മൾ ആ മാപ്രകൾ അല്ലാത്തത് കൊണ്ട്, സത്യം പറയാൻ ബാധ്യതപ്പെട്ടവരായതുകൊണ്ട് നമ്മളിപ്പോൾ അത് പറയുകയാണ് കാപ്പൻ ആരാണ് എന്നുള്ളത്. കാപ്പനെ പിന്താങ്ങി നടക്കുന്ന ഹിന്ദുത്വവാദികളും ഒക്കെ ഉണ്ട് നമ്മുടെ ഇടയിൽ തന്നെ, നമ്മളത് കാണാറുണ്ട്. അപ്പോൾ പല ആളുകളും ഇങ്ങനെ, പർവേസ് വർമ്മ മാത്രമല്ല, ഇപ്പോൾ കപിൽ മിശ്ര കാരവൽ നഗറിലാണ് കപിൽ മിശ്ര ജയിച്ചിരിക്കുന്നത്. ഈ കാരവൽ നഗറിലാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിക്ക് നോട്ടേക്കാൾ കുറവ് കിട്ടിയ മണ്ഡലങ്ങളിലൊന്ന് ആണ് ഈ കാരവൽ നഗർ. 23,000 വോട്ടാണ് കപിൽ മിശ്രയുടെ ഭൂരിപക്ഷം. ആപ്പിൻ്റെ മനോജ് കുമാർ ത്യാഗിയെയാണ് കപിൽ മിശ്ര തോൽപ്പിച്ചത്. കപിൽ മിശ്ര പണ്ട് ആപ്പിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ്, പിന്നെ BJPയിൽ ചേർന്നതാണ്. അപ്പോൾ മോഹൻ സിംഗ് ബിഷ്ടിനെ മാറ്റിയിട്ടാണ് കപിൽ മിശ്രയ്ക്ക് ഈ സീറ്റ് കൊടുത്തത്, കാരവൽ നഗർ കൊടുത്തത്. 2020 തീവ്ര പ്രസംഗം നടത്തി എന്നുള്ളതാണ് കപിൽ മിശ്രയ്ക്കെതിരെ ആരോപണമായിട്ട് വന്നത്. നോർത്ത് ഈസ്റ്റ് ഡൽഹി കലാപ കാലത്തായിരുന്നു ആ പ്രസംഗം. 2023 വൈസ് പ്രസിഡൻ്റായി ഡൽഹി BJPയുടെ. 2020 തോറ്റുപോയി. പിന്നെ ഈ ഡൽഹി ജൽ ബോർഡ് കുംഭകോണം ഉണ്ടല്ലോ, ആപ്പിനെതിരെ, ആ കുംഭകോണം പുറത്തു കൊണ്ടുവന്നത് കപിൽ മിശ്രയാണ്. പല ആളുകളുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ടെൻഡറുകളിലൊക്കെ വൃത്തികേട് കാണിച്ചു എന്നൊക്കെയാണ് ആരോപണം. ഡൽഹി ജൽ ബോർഡ് സ്കാം എന്ന് പറയുന്നത്. മുമ്പ് ആപ്പിലായിരുന്നു, നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ജലവിഭവ മന്ത്രിയുമായിരുന്നു ഡൽഹിയിൽ, ആപ്പിൻ്റെ ജലവിഭവ മന്ത്രി ആയിരുന്നു. കെജ്രിവാളുമായിട്ട് ഒരുപാട് ആളുകൾ തെറ്റിപ്പിരിഞ്ഞു പോയിട്ടുണ്ടല്ലോ, യോഗേന്ദ്ര യാദവിനെയൊക്കെ പോലെ. അങ്ങനെ തെറ്റിപ്പിരിഞ്ഞു പോയ ആളാണ്. 2019 നിയമസഭാ സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിലും തോറ്റുപോയി. അപ്പോൾ മുസ്ലിം വോട്ട് മാത്രമാണ്, ഏതാണ്ട് മുസ്ലിം വോട്ടും കുറേ ദളിത് വോട്ടുമാണ് ഇത്തവണ ആപ്പിൻ്റെ കൂടെ നിന്നിരിക്കുന്നത്. പക്ഷേ ഈ മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ള, അതായത് 30% കൂടുതൽ മുസ്ലിം വോട്ടർമാരുള്ള 10 മണ്ഡലങ്ങളിൽ 6 മണ്ഡലങ്ങളിലാണ് ആപ്പ് ജയിച്ചിരിക്കുന്നത്. 4 BJPയെ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ BJP അത്തരം മണ്ഡലങ്ങളിലും മുന്നേറിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ഡൽഹി കലാപകാരികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ മത്സരിച്ച മുസ്തഫാബാദിൽ, മുസ്ലിം മണ്ഡലമല്ലേ മുസ്തഫാബാദ്, അവിടെ BJP ജയിച്ചു. ചില്ലറ വോട്ടിനല്ല, 36,000 വോട്ടിന്. കാരണം ആപ്പും കോൺഗ്രസും കൂടി മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് അവർ കൊണ്ടുപോകുമല്ലോ. അപ്പോൾ അടപടലം വിഴുങ്ങുന്നത് എന്ന് പറയുക ഇതാണ് അല്ലേ? മുസ്തഫാബാദിൽ എപ്പോഴും BJPക്ക് മുസ്ലിം വോട്ടും കുറേയൊക്കെ കിട്ടിയിരുന്നു. തീരെ ഇല്ലാതെ ഡൽഹിയിൽ പോയിട്ടില്ല. ഇത്തവണ 10ൽ 6 സീറ്റ് കിട്ടിയിട്ടുണ്ട്, 30% മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ നോർത്ത് ഈസ്റ്റിൽ പക്ഷെ പൊതുവേ മുസ്ലിങ്ങളും 12.9% നോർത്ത് ഈസ്റ്റിൽ. പിന്നെ സെൻട്രൽ ഡൽഹിയിൽ 33.4% ആണ്. 23 സീറ്റിൽ ചെറിയ സ്വാധീനമൊക്കെ ഉണ്ട്, 10% ഉള്ള സ്ഥലങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ മുസ്ലിം മേഖലകളിലും BJPക്ക് നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. കാരണം ആപ്പും കോൺഗ്രസും കൂടി പരസ്പരം പോരാടി അവർ പങ്കുവെച്ചങ്ങ് പോയതുകൊണ്ട്. എന്തായാലും സിദ്ദീഖ് കാപ്പനെ വീണ്ടും ഓർക്കേണ്ട ഘട്ടം വന്നിരിക്കുന്നു. അപ്പോൾ ഈ പർവേസ് വർമ്മ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിട്ട് വരികയാണെങ്കിൽ അദ്ദേഹം ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുമല്ലോ. അപ്പോൾ തുടർ നടപടികളൊക്കെ വേണമെങ്കിൽ ഈ പോപ്പുലർ ഫ്രണ്ടുമായി അന്ന് നിന്ന ആളുകൾക്കൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ? അതെ, പർവേസ് വർമ്മയുടെ പേരാണ് 1ാം സ്ഥാനത്ത്.
സതീഷ് ഉപാധ്യായ ഉണ്ട്. പക്ഷെ പർവേസ് ശർമ്മ ജാട്ടാണ്. ഹരിയാനയിൽ ജാട്ടിനെ അല്ല മുഖ്യമന്ത്രിയാക്കിയതെന്ന് ജാട്ടുകൾക്കൊരു പരാതിയുണ്ട്. ആ പരാതി ഇവിടെ പരിഹരിക്കണമല്ലോ. അപ്പോൾ സതീഷ് ഉപാധ്യായ ആണെങ്കിൽ ഡൽഹി BJP പ്രസിഡന്റ് ആയിരുന്നെങ്കിലും സതീഷ് ഉപാധ്യായ ബ്രാഹ്മിനാണ്. പിന്നെ ആശിഷ് സൂദ് ഉണ്ട്, പഞ്ചാബി ആണ്, സിഖാണ്. ജിതേന്ദ്ര മഹാജൻ വൈശ്യ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. വിജേന്ദർ ഗുപ്ത ഉണ്ട്. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഈ പല സമവാക്യങ്ങൾ വെച്ച് നോക്കിയാൽ പർവേസ് ശർമ്മയാണ്. പിന്നെ വേറെ ഏതെങ്കിലും ഒരു സ്ത്രീ കഥാപാത്രം വരുമോ? കാരണം ആദിഷി പ്രതിപക്ഷ നേതാവിനെയോ നോക്കിയിട്ട് മുഖ്യമന്ത്രി നിശ്ചയിക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്യത്തില്ല. അതെ, ഞാൻ മനോരമയിൽ എവിടെയോ വായിച്ചതാ. ആദിഷി മനോരമയിൽ ഇന്ന് എഴുതിയിട്ടുണ്ട്, ആദിഷി പ്രതിപക്ഷ നേതാവാവുന്നുള്ളതുകൊണ്ട് ഒരു സ്ത്രീയെ മുഖ്യമന്ത്രിയാക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് BJP എന്ന്. ആദിഷിയെ നോക്കിയിട്ടല്ലോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് BJP. അപ്പോൾ പർവേസ് ശർമ്മ ലോക്സഭയ്ക്ക് സീറ്റ് കിട്ടിയിരുന്നില്ല. മുമ്പും ജാട്ട് മഹാപഞ്ചായത്ത് അദ്ദേഹത്തിന് വേണ്ടി BJP ടിക്കറ്റ് നിഷേധിച്ചപ്പോഴും സമ്മർദ്ദമൊക്കെ ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സമുദായത്തിൽപ്പെട്ട ആളാണെന്നുള്ളതൊരു പ്ലസ് പോയിന്റ് ആണ് അദ്ദേഹത്തിന്. അപ്പോൾ എന്തായാലും അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.